SSLC മോഡൽ എക്സാം 2026 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാരഗ്രാഫ് വായിക്കുക. അതിൽ 1 തൊട്ടിട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഒരു ബാഡ് വാച്ചർ എന്ന നിലയിൽ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെ പറ്റിയിട്ട് ചോദിക്കാറുള്ള ചോദ്യം ഏതായിരുന്നു? ആൻസർ ത്രില്ലിംഗ് അഡ്വഞ്ചേഴ്സ് ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഈ ബാഡ് വാച്ചേഴ്സിന് എക്സൈറ്റിംഗ് ഡിസ്കവറീസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിന് ആൻസർ റിച്ച് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഇന്ത്യയിലുണ്ട്, അതുകൊണ്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഓർണിത്തോളജി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഓദർ വിശേഷിപ്പിക്കാൻ കാരണം എന്തായിരുന്നു? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി. ഇനി അടുത്ത സെക്ഷൻ 6 തൊട്ട് 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ പോയം നോക്കിയിട്ടാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിറർ കമ്പയർ ചെയ്തേക്കുന്നത് ആരെ വെച്ചിട്ടാണ്? ലേക്ക്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, അവൾ ആ മിററിൽ കൂടെ നോക്കിയപ്പോൾ ആരെയാണ് സെർച്ച് ചെയ്തിരുന്നത്? ക്വസ്റ്റ്യൻ പത്താമത്തെ എ ക്വസ്റ്റ്യൻ എപ്രിസിയേഷൻ ആണ്. അപ്പം അതിൻ്റെ ഒരു മോഡൽ. അപ്പോൾ ഈ പോയത്തിൽ ഉള്ള തീം, ഇമേജറി, പോയറ്റിക് ടെക്നിക്സ്, ടോണ്, കോണ്ടംപററി, റെലവൻസ്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കണം 5 മാർക്കിൻ്റെ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ഇതിൽ 2 പേരുടെ വ്യത്യാസമായിട്ടുള്ള വേർഡ്സ് ഉണ്ട്, മാർക്ക് ആൻ്റണിയുടെയും ബ്രൂട്ടസിൻ്റെയും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ളൊരു പാരഗ്രാഫാണ് എഴുതുന്നത്. ബ്രൂട്ടസ് എന്ത് ലോജിക്കാണ് കൊടുക്കുന്നത്, മാർക്ക് ആൻ്റണി എന്ത് ലോജിക്കാണ് കൊടുക്കുന്നത്, അങ്ങനെ രണ്ടിൻ്റെയും വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചേർത്തിട്ട് വേണം പാരഗ്രാഫിൽ എഴുതാൻ. അടുത്ത സെക്ഷൻ പാരഗ്രാഫ് വായിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പാസേജിൽ ഡിജിറ്റൽ ഡിപ്പെൻഡൻസ് ഉള്ള ടേം എന്തിനെയാണ് ഉദ്ദേശിച്ചത്? അതിൻ്റെ ആൻസേഴ്സ്, അത് 15 തൊട്ടിട്ട് 18 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും എയോ ബിയോ എഴുതിയാൽ മതി. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റത്തെ റിവ്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ് മോഡൽ. ഇതിൽ ഹിൻസ് വെച്ചിട്ടുള്ളത് എല്ലാതും എഴുതണം. ബി ക്വസ്റ്റ്യൻ ഒരു സ്പീച്ചാണ്. ഇതിൽ ആ സ്റ്റോറീനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം സ്പീച്ചിൽ എഴുതാൻ. ശത്രുവായിട്ടുള്ള ആളെപ്പോലും അയാളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കഥയൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എ ക്യാരക്ടർ സ്കെച്ചാണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നെഗറ്റീവ്, അതിൻ്റെ മോഡൽസ്. ക്യാരക്ടർ സ്കെച്ചിൽ ആളുടെ സിംപ്ലിസിറ്റിയും സെൽഫ് റെസ്പെക്റ്റും അൺയീൽഡിങ് പ്രൈഡും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അടുത്ത 17ാമത്തെ, അതിൽ എ ക്വസ്റ്റ്യൻ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഇമെയിലാണ്. അപ്പോൾ ന്യൂസ് ആർട്ടിക്കിളുടെ മോഡൽ, ഇമെയിൽ, ഫോർമാറ്റ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എ ഡയറിയാണ്. ബേക്കറിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിജക്ഷനെ പറ്റിയിട്ടുള്ള ഡയറിയാണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ
പ്രൊമോഷണൽ ടാഗ് ലൈന് അതൊക്കെ ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ബയോഗ്രഫിയിൽ സ്കെച്ചാണ്. തന്നിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുക. ആൻസർ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇവൻ്റ് ഇൻവിറ്റേഷൻ ആണ്. അതിൻ്റെ മോഡൽ ഇതിൽ എല്ലാ ഇവൻറ്റ്സും നോട്ട് ചെയ്തിട്ട് എഴുതണം. ഡേറ്റ്, ടൈം, ഇവൻറ്റ് നടക്കുന്ന സ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ ഈ പാരഗ്രാഫ് നോക്കിയിട്ട് ഇതിൽ നിന്ന് WH ക്വസ്റ്റ്യൻസും അതുപോലെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ആണ് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് 22 തൊട്ടിട്ട് 26 വരെയുള്ള ക്വസ്റ്റ്യൻസ് 1 വേർഡ് ആണ്. ഇതിൽ 24 ഓപ്ഷൻ സി, 25 ഓപ്ഷൻ ബി. ഇതിൻ്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ പാസേജ് എഡിറ്റ് ചെയ്യാനാണ്. എൻ്റെ ആൻസർ 28ാമത്തെ ഫ്രേസൽ വെബ്. എൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിന് ചൂസ് ചെയ്തിട്ട് എഴുതേണ്ടതാണ്. എൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പോർട്ട് സ്പീച്ചാണ്. അതിൻ്റെ ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിന് ചൂസ് ചെയ്ത് എഴുതുക. അതിൻ്റെ ആൻസർ